ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാചകത്തിൻ്റെ റെസിപ്പിയല്ല കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വിളക്കുകളും തളികകളൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കറ പെട്ടെന്നൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. വിളക്കുകളെല്ലാം ഈ ഒരു പൊടി കൊണ്ട് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. കുറേ സമയം നമുക്ക് ഉരച്ച സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാൻ പറ്റുന്ന ഇതാണ് കാണിച്ചു തരുന്നത്. വിഷുവിനല്ല എല്ലാവരും പാത്രങ്ങളിലൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും. ഇതുപോലെ ഒരു പൊടിയുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. ഇതാകണ്ടില്ല, ഇതുപോലെ വെട്ടിത്തിളങ്ങും പാത്രങ്ങളെല്ലാം. പെട്ടെന്ന് വെട്ടിത്തിളങ്ങാനുള്ള സൂത്രമാണിത്. ഈ ഒരു പൊടി ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതി. ഈ ഒരു ചെമ്പിൻ്റെ മുരുടയൊക്കെ ഈ പൊടി ഉപയോഗിച്ച് കഴുകിയാൽ നല്ല ഓടിൻ്റെ കളറിനെ കിട്ടും. ഓട്ട് പാത്രത്തിൻ്റെ അതേ കളറ് കിട്ടും. ഇനി നമുക്കിത് ഈ പൊടി ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഈ പൊടി കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറേ പാത്രം ഉള്ളത് കൊണ്ട് കുറച്ച് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ക്രബ്ബർ കൊണ്ട് ആണ് ഞാൻ കഴുകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല സാധനം എടുത്ത് കഴുകാം. സ്ക്രബ്ബറിൽ കുറച്ച് പൊടി മുക്കി ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതാ കണ്ടില്ല, നല്ല കളർ വരും. നമ്മൾ കൈ കൊണ്ട് അധികം ഉരച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് എല്ലായിടത്തും ഈ പൊടി ഉരച്ച് കൊടുത്താൽ മാത്രം മതി. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലുള്ള പുളി കുറച്ചെടുത്ത് ഇതുപോലെ ഉരച്ച് കൊടുത്താൽ നല്ല കളർ വരും. പുളി കൊണ്ടാണ് കഴുകുന്നത്. അതല്ലെങ്കിൽ നെല്ലിൻ്റെ ഉമിയെടുത്ത് ഉമി കൊണ്ട് കഴുകും. അതൊക്കെ കുറച്ച് സമയം പിടിക്കും. ഈ ഉമിയൊക്കെ തേച്ച് ഈ എണ്ണയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ സമയം കുറച്ച് ലാഭമായി. വിഷുവിന് കുറേ പണികൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് വിളക്കെല്ലാം വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. നല്ല കറയുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയോ വേണ്ടു. കറ പെട്ടെന്ന് ഇളകി കിട്ടും. പെട്ടെന്ന് നമുക്ക് ഇത് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, നല്ല കളർ വന്നിട്ടുണ്ട് വിളക്കെല്ലാം. ഇനി തളികയിലേക്ക് ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. തളിക നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ട്. ആ കറയൊക്കെ കളഞ്ഞ് ഇതിനായി ഉപയോഗിക്കുന്നത് പീതാമ്പരി പൊടിയാണ്. പീതാമ്പരി പൊടി എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇതൊരു പാക്കറ്റ് വാങ്ങിയാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഇത് വളരെ കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഈ പൊടി ഉപയോഗിച്ച് കഴുകിയെടുക്കുകയും ചെയ്യുക. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. വിളക്കെല്ലാം നല്ല ഷൈനിങ്ങായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഷൈനിങ്ങായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭസ്മം ഒരു തുണി കൊണ്ട് മുക്കി തുടച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഷൈനിങ് കിട്ടും. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതന്നെ നല്ല കളറ് വന്നിട്ടുണ്ട്. ചെമ്പിൻ്റെ മുരുടയാണിത്. ഈ ചെമ്പിൻ്റെ മുരുട കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ഓടിൻ്റെ കളർ തന്നെ വന്നിട്ടുണ്ട്. ആർക്കും മനസ്സിലാവില്ല ചെമ്പിൻ്റെ മുരുടയാണെന്ന്. കണ്ടില്ലേ, ഓട്ടിൻ്റെ കളറായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ വിളക്കുകളെല്ലാം കറയെല്ലാം കളഞ്ഞെടുത്തു. ഈ പീതാമ്പരി പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാം. അത്ര കറയില്ല പാത്രം പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ. നന്ദി, നമസ്കാരം.